നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഡ്രീം മാച്ച്, അതാണ് ബ്രസീൽ വേഴ്സസ് ഫ്രാൻസ് മത്സരത്തിന് ഇട്ടിരിക്കുന്ന പേര്. ഈ ഫ്രണ്ട്ലി മത്സരം പൊളിച്ചെടുക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുമ്പോൾ ബ്രസീൽ ടീമിൻ്റെ പരിശീലനം ബോസ്റ്റണിൽ ഇന്നലെ രണ്ടാം ദിനത്തിലേക്ക് കടന്നിരുന്നു. ആ രണ്ടാം ദിവസത്തിൽ അവർക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു. മറ്റാരുമല്ല, 2002 വേൾഡ് കപ്പിൽ ബ്രസീൽ മുത്തമിടുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട റോൾ വഹിച്ചവരിൽ ഒരാൾ, ആർത്രയത്തിലെ പ്രധാന കണ്ണി റിവാൾഡോ ഇന്നലെ ടീമിനെ സന്ദർശിച്ചു. ആഞ്ചലോട്ടിയുമായിട്ട് സംസാരിച്ചു. അവരൊരുമിച്ച് 2000 AC മിലാനിൽ ഒരുമിച്ചുണ്ടായിരുന്നു. അന്ന് കോച്ചായിരുന്നു അവിടെ ആഞ്ചലോട്ടി. കളിക്കാരനായിട്ട് റിവാൾഡോയും ഉണ്ടായിരുന്നു. വിശദ വിവരങ്ങൾ ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ നൽകുന്നുണ്ട്. ബ്രസീലിയൻ ദേശീയ ടീം ബോസ്റ്റണിൽ ഇന്നലെ രണ്ടാം ദിവസത്തെ ട്രെയിനിങ് മികച്ച രൂപത്തിൽ തന്നെ പൂർത്തിയാക്കി. വൺസ് അഗെയിൻ മാർക്കിഞ്ഞോസ് ടീമിനോടൊപ്പം ഉള്ള പരിശീലനത്തിൽ നിന്ന് വിട്ടുനിന്നിട്ട് അദ്ദേഹം ജിം വർക്കും മറ്റുമൊക്കെയാണ് ചെയ്തത്. ലോഡ് മാനേജ്മെൻറ്റാണ്, ഫിസിക്കൽ ഫാറ്റിക് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ലോഡ് മാനേജ്മെൻറ്റ് വർക്കുകൾ മാത്രമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ടീമിനോടൊപ്പമുള്ള ബോൾ ഉപയോഗിച്ചുള്ള ഡ്രില്ലുകളിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ ലഭ്യമാകുന്ന വിവരപ്രകാരം ടീമിൻ്റെ മെഡിക്കൽ സ്റ്റാഫ് ഇൻഫോം ചെയ്യുന്നത് കൺഫേംഡ് ആയിട്ടുള്ള ഇഞ്ചുറി ഒന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹം കളിക്കും, ഫ്രാൻസിനെതിരെ കളിക്കാൻ തന്നെയാണ് സാധ്യത എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം. ഇഫ് ഹി കനോട്ട് പ്ലേ, കളിച്ചില്ലെങ്കിൽ ബെറാൽഡോ ആ പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്തേക്കും അലോങ് സൈഡ് ബ്രമർ എന്നാണ് ലഭ്യമാവുന്ന വിവരം. അതാണ് ഇപ്പോൾ ഗ്ലോബോയുടെ റിപ്പോർട്ട്. എന്തായാലും ലെജൻഡ് റിവാൾഡോ വിസിറ്റ് ചെയ്തു. അദ്ദേഹം US താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീമിൻ്റെ ട്രെയിനിങ് അവിടെ ഉണ്ടായപ്പോൾ അദ്ദേഹം വന്ന് കണ്ടതാണ്. കോച്ച് കാർലോ ആഞ്ചലോട്ടിയുമായിട്ട് അദ്ദേഹം സംസാരിച്ചു. 2000 AC മിലാനിൽ അവർ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. റിവാൾഡോ അതോടൊപ്പം തന്നെ താരങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്തി. പ്രധാനമായും അദ്ദേഹം സംസാരിച്ചത് എൻട്രിക്കിനോടും വിനി ജൂനിയറോടുമായിരുന്നു. പിന്നീട് അദ്ദേഹം ഗ്ലോബോയോട് തൻ്റെ വിസിറ്റിനെ കുറിച്ച് പറഞ്ഞു. അതിൽ അദ്ദേഹം പറഞ്ഞത്, തീർച്ചയായിട്ടും സെലക്കാവോയോട് അടുത്ത് നിൽക്കുക എന്നുള്ളത് എപ്പോഴും സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. ഞാൻ കണ്ട ഈ ബ്രസീലിയൻ ടീം വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. അതോടൊപ്പം അവർക്കൊരു വേൾഡ് ക്ലാസ് കോച്ചുമുണ്ട്. ബ്രസീൽ സുരക്ഷിതമായ കൈകളിൽ തന്നെയാണ്. വേൾഡ് കപ്പിന് ബ്രസീലിയൻ ടീം നല്ല സുരക്ഷിതമായ കൈകളിൽ തന്നെയാണെന്ന് ഞാൻ പറയുമെന്ന് കൂടി ഇപ്പോൾ റിവാൾഡോ പറയുന്നുണ്ട്. എന്തായാലും ഓൺ ദി പിച്ച് ആഞ്ചലോട്ടി ടാക്ടിക്കൽ ഡ്രില്ലാണ് നടത്തിയത്. പ്രധാനമായിട്ടും ബോൾ ഉപയോഗിച്ച് ഹൈ പ്രസ്സിങ് എങ്ങനെ നടത്താം എന്നതിനുള്ള ഡ്രില്ലാണ് അദ്ദേഹം നടത്തിയത്. കോച്ച് മധ്യനിരയിൽ വ്യത്യസ്തമായിട്ടുള്ള വേരിയേഷൻസ് പരീക്ഷിക്കുകയും ചെയ്തു. ഡഗ്ലസ് ലൂയിസിനെ റൊട്ടേഷനിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോകാം എന്നുള്ളതാണ് അദ്ദേഹം പരീക്ഷിച്ചത്. അതോടൊപ്പം തന്നെ കാസമിറോ, ആൻഡ്രി സാന്റോസ്, റാഫീഞ്ഞ ത്രയം സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഗ്ലോബോ പങ്കുവെക്കുന്നത്. എന്തായാലും ഡ്രീം മാച്ച് ഒരു കിടിലൻ പോരാട്ടമാകുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.